താരങ്ങളെ കാണുമ്പോൾ ആരാധകർ അവരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും അവർക്കൊപ്പം സെൽഫി എടുക്കുവാനും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോഴെങ്കിലും ഈ താരങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഹനിക്കുന്ന വിധമുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറാറുമുണ്ട്. അപ്പോഴാകട്ടെ ഈ താരങ്ങളൊക്കെ മോശമായ രീതിയിലാകും ഈ ഒരു ആരാധകരോട് പെരുമാറുന്നത്. പിന്നീട് ഇതിന്റെ പിന്നാലെ തന്നെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തുടങ്ങുകയായി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ളത്. നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ വീഡിയോ പകർത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. തന്റെ ഏറ്റവും പുതിയ സിനിമയായ ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രചരണാർത്ഥം ലുലു മാളിൽ എത്തിയതായിരുന്നു ഉണ്ണി മുകുന്ദൻ. ആ ഒരു സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ ഉണ്ണി മുകുന്ദന്റെ മൂക്കിനും വായ്ക്കും കീഴിലേക്ക് തന്റെ ഫോൺ കൊണ്ട് നടന്റെ വീഡിയോ എടുക്കുവാൻ ചെല്ലുന്നത്. ആ ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു വീഡിയോ പകർത്തുമ്പോൾ അത് ശരിക്കും ഉണ്ണി മുകുന്ദനെ വളരെയധികം അസ്വസ്ഥനാക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. നടന്റെ പ്രതികരണം മറ്റൊരു തരത്തിലായിരുന്നു. നടൻ ഇയാളുടെ ഈ ഒരു ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് തന്റെ പോക്കറ്റിൽ വെക്കുന്നു. പിന്നീട് നടൻ ഈ ഒരു ഫോൺ തിരികെ കൊടുത്തു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ആളുകളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു വൈറൽ വീഡിയോയെ കുറിച്ച് നടൻ തന്നെ പ്രതികരണവുമായി വന്നിരിക്കുന്നു. ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ. ഈ വിവാദങ്ങളൊക്കെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന മറുപടിയാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വയനാറി അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ വരാറുണ്ട്. ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു? ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ വരുമ്പോൾ പേടിയുണ്ടോ എന്നും ഉണ്ണി മുകുന്ദനോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഇത് തികച്ചും പേഴ്സണലായ ചോദ്യമെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പേടിയില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് സസ്പെൻസ് ആയിരിക്കട്ടെ എന്നാണ് ഉണ്ണി മുകുന്ദൻ മറുപടി നൽകുന്നത്. എന്നാൽ പക്ഷെ ഉണ്ണി മുകുന്ദന് പേടിയുള്ളത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദന്റെ കമ്പനി ഇടപെട്ട് വൈറലായ ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചതെന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ ബ്രദറിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനെയെന്നാണ് ഉണ്ണി മുകുന്ദൻ ഇതിന് മറുപടിയായി പറയുന്നത്. എനിക്ക് പേടിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പേടിയുണ്ട്, ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പേടിയില്ല എന്നൊരു മറുപടിയാണ് ഉണ്ണി മുകുന്ദൻ ഇതിന് നൽകുന്നത്. എനിക്ക് പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, പേടിയില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ബ്രദറിന് അങ്ങനെ തോന്നുകയാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയുണ്ട്. ബ്രദറിന് തോന്നാന്ന് പേടിയില്ലാന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. ഈ ഒരു അഭിമുഖം കണ്ടാൽ ഉണ്ണി മുകുന്ദൻ വളരെ പരുക്കനായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത് പക്ഷേ നടന് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നാൽ ഒരു സിനിമാ നടൻ താരമെന്നതിലൊക്കെ ഉപരിയായി തികച്ചും ഒരു സാധാരണ വ്യക്തി കൂടിയാണ് സിനിമാ നടനായ ഈ ഉണ്ണി മുകുന്ദൻ. അതുകൊണ്ട് തന്നെ ഇയാൾക്കുമുണ്ട് വളരെ സ്വകാര്യമായ ഒരു വ്യക്തി ജീവിതം. പൊതു ഇടത്തിലാണെങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായ ജീവിതമുണ്ട്. അവിടേക്ക് ആരാധന മൂത്ത് ഇടിച്ചു കയറി ചെല്ലുമ്പോൾ സിനിമാ താരങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ പ്രൈവസിക്ക് ആരാധകരാണ് വാല്യൂ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും എല്ലാവരോടും സഹകരിക്കുന്ന താരങ്ങളാണെങ്കിൽ ഉറപ്പായും അവരോട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവർ വെറുതെ ഇരിക്കില്ല, ഉറപ്പായും അവരും പ്രതികരിക്കും. അതേസമയം ഉണ്ണി മുകുന്ദന്റെ ആ ഒരു വീഡിയോ വൈറലായപ്പോൾ ഏറെ ആളുകളും ഉണ്ണി മുകുന്ദനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ എന്ന ചിത്രം വലിയ വിജയമാണ് നേടിയെടുത്തത്. ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിന്റെ വിജയത്തോടുകൂടി അഹങ്കാരിയായി മാറിയെന്നവരെ കുറ്റപ്പെടുത്തി ചില ആളുകൾ കമന്റുകൾ കുറിച്ചിരുന്നു. എന്നാൽ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നടന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രൈവസി എന്താണെന്ന് മനസ്സിലാക്കുന്നവർ നടനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഒരാളുടെ സ്വകാര്യതയെ മാനിക്കാതെയുള്ള പ്രവൃത്തികളോട് ഇതിൽ കൂടുതൽ മയത്തിൽ പെരുമാറുവാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ കുറിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകൾ വർദ്ധിച്ചതോടെ താരങ്ങളിൽ പലർക്കും ഉണ്ണി മുകുന്ദന്റേതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും പേരുകളടക്കം ചൂണ്ടിക്കാട്ടി പ്രതികരിച്ചിട്ടുമുണ്ട്. അതേസമയം പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട മാർക്കോയുടെ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദന്റേതായി തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നടി നിഖില വിമലാണ് ചിത്രത്തിൽ നായികയെ എത്തിയിരിക്കുന്നത്. ഫീൽ ഗുഡ് മൂവിയായി ഒരുക്കിയിട്ടുള്ള ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി തിരക്കിലാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.